അപ്പോൾ BMW ഷോറൂമിലെത്തിയിട്ട് താഴെ പാർക്കിംഗ് താഴെ എന്ന് പറഞ്ഞിട്ട് താഴെ പാർക്കിങ്ങിന് വണ്ടി നിർത്തി നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിൽക്കണ സാധനം കണ്ടാ ഹെഡ്ലൈറ്റ് വേണ്ടി. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഒരു വ്ളോഗ് ആക്കിയിട്ട് ചെയ്യാന്ന് വെച്ച് എന്തിനാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സർപ്രൈസ് എന്തായാലും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ വഴി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്ന ഹൈവേയിൽ റോഡ് സൈഡിൽ ഏതോ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. ഒരു സത്യം പറഞ്ഞാൽ കേരളം ഉദ്ദേശിച്ച് ഒരു ലക്ഷമില്ലാത്ത റോഡാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാറിൽ പോകുന്നത് ബാംഗ്ലൂർ. ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. അപ്പോൾ കേരളം ഉദ്ദേശിച്ച് ഒരു രക്ഷമില്ലാത്ത റോഡാട്ടോ. എന്റെ സുഖം പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കൂടെ ഉള്ളത് നമ്മുടെ ലാപ്ടോപ്പ് പ്രോ ഉണ്ട് നമ്മുടെ എപ്പോഴും കൂടെ ഉള്ളത്. പിന്നെ പുതിയ ഒരാളുണ്ട്. ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഒപ്പം കോളേജ് പഠിച്ചു. ഇവർ രണ്ടുപേരും കോളേജ് ഒപ്പം പഠിച്ചതാണ്. ഇപ്രാവശ്യം പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി തിരിച്ചു വരുമ്പോൾ ഇവൻ ഉണ്ടാവില്ല, ഇവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ അൽക്കസാർ വണ്ടിയിൽ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. സോ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി കയറി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നല്ല റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വണ്ടി കയറാം. ഓക്കെ, അപ്പോൾ ഇവന്റെ മെയിൻ പേര് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് പ്രോ എന്നുള്ളതിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫുൾ ടൈം ഓൺലൈൻ വർക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം. ഇപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോഴും സ്റ്റിൽ കാറിൽ നിന്ന് വർക്ക് ചെയ്യാണ്. ബാക്കിൽ നിൽക്കുന്നവനും ഇതേപോലെ തന്നെ വർക്ക് തന്നെയാണ്. ബാക്കിൽ രണ്ടുപേരും ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാനിവിടെ പാട്ടും കേട്ട് ഇവിടുന്ന് അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും സംഭവം എന്തിനാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ചാനൽ കണ്ടനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാനത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാൽ പോലും ഞാനത് ഒഫീഷ്യലി ഒരു വീഡിയോ പോലെ ഒരു അനൗൺസ്മെന്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ പറയാന്ന് വെച്ച്, അതായത് ഞാൻ ഒരു BMW i4 എന്നുള്ള ഒരു BMW ഒരു ഇലക്ട്രിക് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ അത് കേരളത്തിൽ നിന്നാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ നിന്ന് അത് സംഭവം കിട്ടാനായിട്ട് നല്ല ഡിലേ ഉണ്ട്. ഏകദേശം ഒരു 1 ഇയർ മിനിമം എങ്കിലും എടുക്കുന്നതാണ് പറഞ്ഞത്. അത്രയും ഡിമാൻഡാണ്. അത്രയും ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ കാർ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അത് എവിടെയും കാണാനില്ല, കേരളത്തിൽ എവിടെയും ഡിസ്പ്ലേ പീസ് പോലും ഇല്ല ഷോറൂമിലൊന്നും. അപ്പോൾ നമുക്ക് ഇത്രയും വിലയുള്ള ഒരു കാർ എടുക്കുന്നില്ല. ഏകദേശം 83 lakhs സംതിങ് എന്തോ വരുന്നുണ്ട് ഓൺ റോഡ്. അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് അറ്റ്ലീസ്റ്റ് കാണെങ്കിലും വേണ്ട, കാരണം ജസ്റ്റ് ഒന്ന് നേരിട്ട് വേണ്ട. കാരണം അത് മെയിൻ ആയിട്ട് എന്റെ ഇഷ്യൂ വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയൊരു സീന് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അത് അവിടെ പോയി നേരിട്ട് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു വണ്ടി അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് പറ്റുമെന്ന് അറിഞ്ഞുള്ളൂ. കാരണം കേരളത്തിൽ എവിടെയും കുറെ ട്രൈ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ നേരിട്ട് കാണാൻ പോലും കേരളത്തിൽ എവിടെയില്ല. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു ഷോറൂമിലാണ്. സോ ഗൈസ്, അപ്പോൾ ബാക്കി വീട്ടിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വാസ്കിൻ സയൻസിന്റെ ഒറിജിനൽ റെഡ് ഓണിയൻ ആൻഡ് ബ്ലാക്ക് സീഡ് ഹെയർ കെയർ റേഞ്ചിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഹെയർ കെയർ റേഞ്ച് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആക്ഷൻ വിസിറ്റത്തിൽ നിന്നാണ്. ഇതിൽ 3 പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് ഓണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിൽ ആണ് വരുന്നത്. അത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കോംബോ ആപ്ലിക്കേറ്റർ കൂടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. സോ ഞാൻ ഫസ്റ്റ് ഇതിൽ ഓണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഓണിയൻ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഒറിജിനൽ മോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഓണിയൻ ബ്ലാക്ക് സീഡ്സിന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഇതിൽ വരുന്നുണ്ട്. ഇതിന് കൂടെ വരുന്ന കോംബോ ആപ്ലിക്കേറ്റർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ ഓയിൽ നമ്മുടെ റൂട്ട്സിലേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലെൻഡ് ഓഫ് കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ലൈക്ക് ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ജോജോബ ഓയിൽ, ഒലീവ് ഓയിൽ ആൻഡ് കോക്കനട്ട് ഓയിൽ. ഇതെല്ലാം കൂടെ നമ്മുടെ ഹെയർ ഡാമേജ് ആവുന്ന റിപ്പയർ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫ്രിസിനെസ്സും കുറക്കുന്നു. ഇത് ആക്ച്വലി ഒരു 1 സ്റ്റോപ്പ് ഹെയർ ഫോൾ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ഒരു ഓയിൽ ഒരു 30 to 1 hour ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനത് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനത് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ഷാമ്പൂ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഗുഡ്നസ് ഓഫ് ഓനിയൻ ആണ്. അത് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ വീക്ക് ഹെയറിനെ റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ ഹെൽത്തി ഷൈൻ റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹെയർ കണ്ടീഷണർ. ഇതെങ്ങനെ വെച്ചാൽ നമ്മുടെ വീക്ക് ആൻഡ് ലിം സ്ട്രാൻഡ്സിനെ റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനെ ഡീപ്ലി കണ്ടീഷനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ വോളിയം ആഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു ബ്രീക്കേജ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ഹെയർ നല്ലൊരു നറിഷ്മെന്റ് കൂടെ കിട്ടും. ഈ ഒരു വൗ സ്കിൻ സയൻസിന്റെ പ്രൊഡക്ട്സ് എല്ലാം ഫ്രീ ഫ്രം ഹാർഷ് കെമിക്കൽസ് ലൈക്ക് സൾഫേറ്റ്, പാരബൻ, സിലിക്കൺ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ലിങ്ക്സ് ഇൻ ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ നിങ്ങൾ CASTRO20 എന്നുള്ള കോഡ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലുള്ള buywow.in യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 20% നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നുണ്ട്. സോ ചൂസ് നാച്ചുറൽ, നോ കെമിക്കൽസ്, ബി വൗ നാച്ചുറലി. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഈ ഒരു കാർ ആ ഒറ്റ പീസ് എന്തോ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ ഷോറൂമിൽ അത് 1 by 1 ആയിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അപ്പോൾ ഒരു ഷോറൂമിൽ ആകെ 1 വീക്ക് എന്തോ ഒരു ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് അത് ബാംഗ്ലൂരിലത്തെ ഒരു ഡവ് ഷോറൂം, ടെസ്റ്റൂഷ് അങ്ങനെ എന്തോ ഒരു പേരാണ്, ഒരു ആയകുളത്തെ പേരാണ്. അവിടെ 5ാം തീയതി വരെ ആ ഷോറൂമിൽ ആ കാർ അവൈലബിൾ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നിട്ട് നേരിട്ട് പോയിട്ട് നമുക്ക് കാണാന്ന് വെച്ച്. അപ്പോൾ മാക്സിമം നമ്മൾ അത് ഈ ആ കാർ പെട്ടെന്ന് തന്നെ ഇറക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് ആണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കിട്ടാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പുറത്തുനിന്ന് എങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഷോറൂം
ഷോറൂം എടുത്തിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം എങ്ങനെ കിട്ടുന്ന അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നോക്കുന്നുണ്ട്. BMW i4 ആണ് കാറ്. ഏകദേശം 335 BHP, ഏകദേശം 340 BHP-യോളം ഹോഴ്സ് പവർ ഉണ്ട്. അതിൽ തന്നെ 450 435 NM ടോർക്ക്. അത്രയും വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ് BMW-ന്റെ. പറക്കും. അപ്പൊ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ നമ്മുടെ ഈ ഒരു കാർ എടുക്കുന്നതിനേക്കാളും നമ്മളെ ഒരു വലിയൊരു ഡ്രീമാണ് അങ്ങനത്തെ ഒരു BMW ബെൻസ് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ പോലെ അത്രയും ഒരു അങ്ങനത്തെ ഒരു പ്രീമിയം ബ്രാൻഡാണ്. സോ അത് ഇലക്ട്രിക് കാറാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ മാക്സിമം നമുക്കത് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി സോളാർ വെച്ചിട്ടുണ്ട് 3 kW. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിക്ക് കറണ്ട് ബില്ല് പറഞ്ഞു. ഈവൻ എന്റെ PC കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഈവൻ സോളാർ വെച്ചില്ലെങ്കിൽ ഒരു 15,000 ആ റേഞ്ചിലോ കറണ്ട് ബില്ല് വന്നേനെ. കാരണം അത്രയധികം കറണ്ട് വലിക്കുന്നുണ്ട് എന്റെ ആ കമ്പ്യൂട്ടർ. ഈവൻ സോളാർ വെച്ചുകൊണ്ട് ഏകദേശം ഒരു 600-700 റേഞ്ചിൽ, അതായത് ഈവൻ 15,000 വരുന്ന സ്ഥാനത്താണ് 600-700 ആ റേഞ്ചിലൊക്കെ കറണ്ട് ബില്ല് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിക് കാർ എടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പോൾ സോളാർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്ലാൻ കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 6-7 കിലോവാട്ട് എക്സ്ട്രാ ചെയ്യുന്നത്. ടോട്ടൽ ഓഫ് ഒരു 9 to 10 കിലോവാട്ടോളം ടോട്ടൽ കിലോവാട്ട് ഇപ്പോൾ ഉള്ളതും കൂടി കൂട്ടിയിട്ട് 10 കിലോവാട്ടിന്റെ അടുത്ത് നമ്മുടെ സോളാർ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം 0 ഓഫ് കോസ്റ്റിൽ നമുക്ക് വണ്ടി ഓടാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഈ പെട്രോൾ അടിക്കുന്നതിൽ ഇത് തന്നെ ഏകദേശം 20,000 കിലോമീറ്ററിന് ഒരു 12 മൈലേജ് വെച്ച് ഇതിൽ ഏകദേശം 12 to 15 റേഞ്ചിലെ വരിക. ചിലപ്പോൾ കുറയും 10 ആവാറുണ്ട് നമ്മൾ ഓടിക്കുന്ന സിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ആ റേഞ്ചിൽ മൈലേജ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം 20,000 കിലോമീറ്റർ. ഇപ്പോൾ ഇത് 20,000 കിലോമീറ്റർ മുകളിലാണ്, 21,000 ആവാറായി. അപ്പോൾ 20,000 കിലോമീറ്ററിന് തന്നെ ഏകദേശം 12 മൈലേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നും ഏകദേശം 1,40,000 ആ റേഞ്ചിൽ എന്തോ വന്നുള്ളത് എമൗണ്ട് ഡീസൽ അടിച്ചുള്ള എമൗണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഡീസൽ കാർ എടുക്കുമ്പോൾ എന്തായാലും അത് 0 കോസ്റ്റിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഈ കാറ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അത് കൊടുക്കാൻ പ്ലാൻ ഇല്ല. കാരണം ഈ കാർ നമ്മൾ അത്ര ആഗ്രഹിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രീം കാർ എന്നുള്ള രീതിയിൽ എടുത്താണ്. അപ്പോൾ അതെന്തായാലും ഇപ്പൊ കൊടുക്കാൻ തോന്നില്ല. നല്ല അടിപൊളി. ഇതിന് പവർ ഇച്ചിരി കുറവാന്നുള്ള ഒറ്റ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം ഈ കാറിന്റെ. അപ്പോൾ ഇതെന്തായാലും ഇപ്പൊ കൊടുക്കുന്നുണ്ടാവില്ല. അതിന്റെ കൂടെ നമ്മൾ ആ ഒരു കാർ കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കലി നമുക്കത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ വെച്ച് നമുക്ക് കേരളത്തിൽ പോസിബിൾ ആവുന്ന അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലി അത് വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളതൊരു സെക്കൻഡ് കാർ എന്ന രീതിയിലേക്കും വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജസ്റ്റ് ആ കാർ കാണണം, അതിന്റെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത് തന്നെ. ഫസ്റ്റ് ടൈം ഇതുവരെ ബാംഗ്ലൂരും പോയിട്ടില്ല. അപ്പൊ എന്തായാലും അത് കാറിൽ തന്നെ പോകാന്ന് വെച്ച്. അപ്പൊ ഇതിലൊക്കെ പ്രാന്താണോ വിചാരിക്കുന്നുണ്ട് ഒരു കാർ കാണാൻ വേണ്ടി ബാംഗ്ലൂർ പോവാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് 83 ലക്ഷം രൂപ കൊടുത്തിട്ട് വണ്ടി വാങ്ങുന്നതിന് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നേരിട്ട് കാണെങ്കിലും വേണ്ട അറ്റ്ലീസ്റ്റ് കണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വഴിയെ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഒഫീഷ്യലി ഈ ഒരു കാര്യം കൊണ്ട് അറിയിക്കണത് നമ്മുടെ BMW i4 വിൽ ബി കമ്മിങ് സൂൺ. അപ്പൊ എന്തായാലും അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിൽ അത് കിട്ടാൻ നല്ല ടൈം എടുക്കും. പെട്ടെന്ന് നോക്കണ്ട, 1-2 മാസത്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ ഈവൻ ഞാൻ BMW കൊച്ചിയുടെ ഷോറൂമിൽ ബുക്ക് ചെയ്തില്ല. അപ്പൊ അവിടെ ജസ്റ്റ് എന്താ അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ തന്നെ അടുത്ത മാസം ജനുവരി ഫെബ്രുവരി ആവും എപ്പോഴാണ് വണ്ടി കിട്ടാന്ന് അറിയാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പൂർണ്ണ വഴിക്കുള്ള ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒന്ന് പോയിട്ട് ഇവനെ ആദ്യം പോയി തട്ടണം. ബാംഗ്ലൂർ പോയിട്ട് ഇവനെ അവന്റെ റൂമിൽ അവിടെ കൊണ്ടുപോയി തട്ടണം. എന്നിട്ട് നമ്മൾ നാളെ ആയിരിക്കും ഷോറൂമിലേക്ക് പോകുന്നുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അത് നോക്കുക, ആ മലയും കാര്യങ്ങളും വ്യൂവും ആ ഒരു പ്രകൃതിയും ഊഷ്മളതയും പച്ചപ്പും ഹരിതാപവും നമുക്കുണ്ട്. കുറെ റോഡുകൾ കുണ്ടും കുഴികളുമായി നിറഞ്ഞ് തുളുമ്പി കുളങ്ങളായി കളകളമടഞ്ഞ് നിൽക്കുന്ന റോഡ് കാണാൻ തന്നെ എന്തൊരു. ഇവിടെ സത്യം പറഞ്ഞ ഒരു 120-130 പോയാലും നമ്മള് ഒരു 60-80 പോകുന്ന ഒരു ഫീലാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചായ അടിക്കാൻ വേണ്ടി നിർത്തിക്കുകയാണ്. മറ്റേ കാറിൽ ഇരുന്നിട്ട് കാറിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഏകദേശം എത്ര ഒരു 180 കിലോമീറ്റേഴ്സോ 180 കിലോമീറ്റർ സംതിങ് എന്തോ ഉണ്ട്. കേരളം വിട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടാതെ സംഭവിച്ചാൽ ഇവിടുത്തെ ഫുഡാണ്. ഇപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കുന്നപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വരുന്ന അവിടെ ചപ്പാത്തി കഴിച്ചിട്ട് തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടുത്തെ 1 ചപ്പാത്തിക്ക് 70 രൂപ. അത് 2 ചപ്പാത്തിക്ക് 70 രൂപ. അതാണ് ഞാൻ കഴിച്ചില്ല, ഞാൻ മതിയാക്കി. എനിക്ക് ഇഷ്ടമായില്ല. ഇവിടുത്തെ ഒന്നും നല്ലതല്ല. പിന്നെ ആകെ ഇവിടെ നേരമ്പല കഴിക്കാൻ നല്ല KFC എന്തെങ്കിലും കയറിയിട്ട് KFC നിന്ന് കഴിക്കുക. അതാകുമ്പോൾ പിന്നെ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല. അല്ലാണ്ട് ഇവിടുത്തെ ഫുഡൊന്നും ഒട്ടും ഇഷ്ടമല്ല കേരളം വിട്ട് കഴിഞ്ഞുള്ളത്. അപ്പം അതാ ഒരു പ്രശ്നം മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അതെ, ഒരുത്തൻ അവിടെ വരുന്നുണ്ട്. ലാപ്ടോപ്പ് വർക്കെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂവില്ലേ ഇവിടെ.
നല്ല വൈബ്. അല്ല ചായ കുടിക്കാരുന്ന കണ്ടപ്പോഴേ ഏയ് കുഴപ്പമൊന്നുമില്ല, ഏലക്കായ അങ്ങനത്തെ ടൈപ്പ് ചായ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി പോണ വഴിക്ക് ഇവിടുന്ന് ചായ അടിച്ചിട്ട് അവിടെ എത്തിയിട്ട് എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി ഗൈസ്. ബാംഗ്ലൂർ നമ്മൾ ഈവൻ ഇപ്പൊ സമയം ഏകദേശം നമ്മളിപ്പോ നമ്മുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായി വിവേക് ഉണ്ടായിരുന്നു, അവന്റെ റൂമിന്റെ അവിടെ ആക്കി കൊടുത്തിട്ടാണ് നമ്മളിപ്പോ വരുന്നത്. ഈവൻ സ്റ്റിൽ റൈറ്റ് സൈഡ് പോക്ക് തിരക്കൊക്കെ. സമയം 10:10 രാത്രി 10 മണി കഴിഞ്ഞു, എന്നിട്ട് സ്റ്റിൽ ഇവിടെ ഇത്രയും തിരക്ക്. അപ്പൊ രാവിലത്തെ അവസ്ഥ പിന്നെ പറയണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ നല്ല തിരക്കാണ്, എപ്പോഴും ട്രാഫിക് ആണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ഈ ടൈമിൽ പോലും അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി വെച്ചെങ്കിൽ നമ്മുടെ BMW ഷോറൂമിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്കൊരു റൂം തപ്പണം സ്റ്റേ ചെയ്യാനുള്ളത്. അപ്പോൾ അത് എവിടെയെങ്കിലും തപ്പണം എന്നാണ് അവിടെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി. സോ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നാളെ പോകുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരിക്കും. നമുക്ക് ആ ഭാഗത്ത് എടുത്തുള്ള എവിടെയൊക്കെ നോക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാംഗ്ലൂർ ഒരു പിടിയില്ല. ആകെ ആ ബാക്കിലുള്ളവരും ഇവിടെ വർക്ക് ചെയ്യണോ കുറച്ചൊക്കെ വഴി ഇതൊക്കെ അങ്ങനെ എടുക്കണം, ലെഫ്റ്റ് കൂടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതായി. അല്ലാണ്ട് ഇവിടെ ഒരു പിടിയില്ല. ഇത് മൊത്തം നോക്കി തിരക്ക് നോക്കി. രാത്രി 10 മണിയിട്ട് മാതിരി തിരക്കാണ് ഇവിടെ. അപ്പോൾ രാവിലെ അപ്പോൾ പിന്നെ ഗസ് ചെയ്യാവുന്നുള്ളൂ എന്തായിരിക്കും അവസ്ഥ. അത്യാവശ്യം ടൗൺ വരും, മറ്റേ ഇലക്ട്രോണിക് സിറ്റി നിയർ അല്ലേ. അതുപോലെ തന്നെ നല്ല പേടിയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കാൻ. അതായത് അവിടുന്ന് ഇവിടെ തിരിഞ്ഞു പറഞ്ഞൊക്കെ ഓരോരുത്തർ അതിന് ഇതിനൊക്കെ കയറും. ഗൈസ് ഒരു വെറൈറ്റി ബിൽഡിംഗ് ഉണ്ട് നോക്കുക ഗൈസ്. ഫുൾ ഡോട്ട് സുദർശൻ സാരീസ്. പക്ഷെ ആ ലോകം മാത്രം ബോറായി, ബാക്കി എല്ലാം അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഓരോന്നിങ്ങനെ ബ്ലിങ്ക് എല്ലാ ടൈം ആരും ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ലോകം ഒരു രസമില്ല. അപ്പോൾ നമ്മൾ ഏറെക്കുറെ നമ്മുടെ ആ ഷോറൂമിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രി അവിടെ എത്തി. അപ്പോൾ ഇനി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹോട്ടലെല്ലാം തപ്പിയിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് നമുക്ക് രാവിലെ വന്നിട്ട് വണ്ടി കാണാം. ഇവിടെ പുറത്ത് നോക്കിയിട്ട് വണ്ടി ഒന്നും കാണണമെന്നില്ല. ഇപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ് നമ്മൾ ഈവൻ വരുന്നതിന് മുന്നേ തന്നെ കൺഫേം ചെയ്യുന്നത് വിളിച്ചിട്ട് ഇവിടെ സാധനം വെച്ചിട്ട് നമ്മുടെ അൽക്കസാർ അതേ ഇരിക്കുന്നത് ഫുള്ള് ചലയൊക്കെ പിടിച്ച് ഫുള്ള് പൊടി ഇതൊക്കെ ആയി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഇവിടെ ഉണ്ടാവുന്നതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസമായിരിക്കുന്നത്. ഇവിടെ പുറത്ത് വേറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഹോട്ടൽ തപ്പണം, അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു ഹോട്ടലിലാണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡെയ്സിൻ എന്ന് പറയുന്ന റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വണ്ടി മറ്റടുത്ത് കാണാൻ പോവാണ്. ഞങ്ങൾക്ക് വണ്ടിയുടെ കോലം കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുള്ള് വൃത്തിയാക്കി കഴുകി വരുന്ന വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ കോലം നോക്ക്. എൻ്റെ പൊന്നെ മൊത്തം ചളി പിടിച്ച്. മഴ ഉണ്ടായിരുന്നു, പക്ഷേ ചളിയായിരുന്നു. നല്ല രീതിക്ക് ചളി ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ചളിയും കാര്യങ്ങളൊക്കെ പിടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക BMW ഷോറൂമിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് എന്താവെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് അവിടെ പോവാം. ഓക്കെ, അപ്പോൾ BMW ഷോറൂമിലെത്തിയിട്ട് താഴെ പാർക്കിങ് താഴെ എന്ന് പറഞ്ഞിട്ട് താഴെ പാർക്കിങ്ങിന് വണ്ടി നിർത്തി നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിൽക്കണ സാധനം കണ്ടാ. നമ്മൾ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ താഴെ വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. അവിടെ ഓപ്പൺ ആയിരുന്നു, താഴെ തന്നെ ഉണ്ട്. ഇത് നോക്കിയിരിക്കണോ സാധനം. അവിടെ അൽക്കസാർ BMW i4 ഈ കളറല്ലാട്ടോ എടുക്കുന്നുണ്ടാവുക. ഇത് ഡിസ്പ്ലേ പീസ് ഈ കളറുള്ളൂ. ലൈറ്റ് കുറവാണ് ഇവിടെ. അതായത് ഇവിടെ അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് ലൈറ്റ് കുറവാണ്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇടാൻ പറ്റുമോ ചോദിച്ചു നോക്കാം, അറിഞ്ഞൂടാ. സോ ഇതാണ് വണ്ടി. എൻ്റെ പൊന്നെ സീൻ. ഇത് താന്നിട്ടാ പറയാ വണ്ടി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ അറിഞ്ഞൂടാ ഈ സാധനം. എന്ത് എൻ്റെ പൊന്നെ, ഇതാണ് വണ്ടി. ഫ്രണ്ട് ബോണറ്റ് നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. ഈ വണ്ടിയുടെ എത്ര ആലോചിച്ചോക്ക്. ബോണറ്റ് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഫ്രണ്ട് ബാക്ക് കുറച്ച് കുറവാണെങ്കിലും ബോണറ്റ് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഇതാണ് വണ്ടി. നമ്മൾ ഇതൊരു പ്രതീക്ഷിക്കാത്തതായിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിലത്തെ ഷോറൂമിലൊന്നും കണ്ടില്ല സാധനം. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവൂലേ, കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ BMW ഷോറൂമിൽ കയറി. അപ്പോൾ അവിടെ പോയിട്ട് സംഭവങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് BMW ലൈഫ് 330 Li. ഈ ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ബാക്ക് ലൈറ്റ് ഉണ്ട്. സംഭവം ഒരു കോപ്പി അടിച്ചാണ്, പക്ഷെ അതുപോലെ ഉണ്ട്. 6 സീരീസ് SUV, സോറി സെഡാൻ 6 സീരീസ്.
X30 I series ആട്ടോ. I mean പെട്രോൾ എഞ്ചിൻ GT വേരിയൻറ്റ്. X5 നല്ല കിടുന്ന കളർ കിട്ടും. ഇതിൻ്റെ ഭയങ്കര റിഫ്ലക്ഷനാണ് തിളങ്ങുന്നത്. നമ്മൾ BMW വാൾ ചാർജർ ഇതാണ് വരിക. നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഹോം ചാർജർ പോലെ വെക്കുന്നത് BMW ചാർജിങ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിലാണ് നമ്മൾ ഫോൺ എന്ന് പറയുന്നത്. കാർ ചാർജ് ചെയ്യുക. ഇവിടെ കാറുകളൊക്കെ സാധനം ഉടുക്കത്ത് ഇത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ മനസ്സിലാത്ത ഇതാണ്. ഇത് 6 സീരീസ്. ഇതാണ് നമ്മുടെ ഷോറൂം വന്നിട്ട് ഡെസൂഷ് എന്ന് പറഞ്ഞില്ല. അവിടെ പുതിയ വണ്ടി അവിടെ ഡെലിവറിക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നമ്മളിവിടെ ബ്ലൂ ഇത് 3 സീരീസ് ഈ കാറുകളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണാനൊരിതില്ല. അപ്പോൾ നമ്മൾ അവിടെ BMW i4 അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. ഇവിടെ ഇരുട്ടത്താണ്. അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചെങ്കിൽ ഈ BMW i4 CPU യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഗെയിംസ് എല്ലാം ഉണ്ട്. CPU യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇവിടെയുള്ള ഷോറൂമുകൾ ഇവർക്ക് ഈ വണ്ടി പുറത്തിറക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. കാരണം ഇതിനായിട്ടുള്ള സ്പെസിഫിക് ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്തിറക്കാനുള്ള ഇതില്ല. ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് ഡിസ്പ്ലേ പീസ് അല്ലെങ്കിൽ പുറത്ത് ഷോറൂമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ പോലെ വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു 5-ാം തീയതി വരെ ഈ വണ്ടി ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടുന്ന് പോകും, വേറെ ഷോറൂമിൽ പോകും. കറക്റ്റ് പീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ പോലെ ഉണ്ടോ. പക്ഷേ ആ വണ്ടി കുറേ കറങ്ങി ഇറക്കുന്നത് അത് എവിടെയും കിട്ടുന്നില്ല. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ. എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എൻ്റെ ഐഫോൺ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൽ എൻ്റെ OnePlus S22 Ultra വെച്ച് കഴിഞ്ഞാൽ അതായത് കറക്റ്റ് S22 Ultra വെക്കുന്ന ഒരു വലുപ്പം. ഇത്രയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. അതിൻ്റെ കൈയൊക്കെ ആണെങ്കിൽ മറ്റേ ചെറിയ വ്യത്യാസം. അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ആ ഒരു പ്രശ്നമുള്ളൂ. അതേതായാലും പക്ഷെ വണ്ടി ഒരു രക്ഷയില്ല. നമ്മൾ ഇത്ര ലുക്ക് പ്രവേശിച്ചില്ല. നമ്മളെന്തായാലും വൈറ്റ് എടുക്കലില്ല. വൈറ്റ് എടുക്കൂല കേട്ടോ. ഞാൻ വയ്ക്കൂല. ഇത് മാത്രം അടിപൊളിയല്ലാത്തുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ പറ, ഈ വണ്ടി ബ്ലാക്ക് ആയിരിക്കും അടിപൊളി, വൈറ്റ് ആയിരിക്കും അടിപൊളി? ബ്ലാക്ക് വിത്ത് ബ്ലാക്കിൻ്റെ ആണ് മീൻസ് ബ്ലാക്ക് എടുത്ത ദിവസം ഇതേ ചാളിയാവും. എൻ്റെ മോനെ ഹെഡ്ലൈറ്റ് പോയിട്ട് പുള്ളിക്കാരൻ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി തരാം. കാരണം അത്യാവശ്യത്തിന് വേണ്ടിയിട്ട്. ക്യാൻ വി ഗെറ്റ് ഇൻസൈഡ്? സോ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ ഫ്രെയിംലെസ് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ Frameless doors, not frameless oh glass. sorry. So the first time നമ്മളങ്ങനെ BMW i4 നമ്മൾ കയറി. ഇതിൻ്റെ ഡിസ്പ്ലേ അത്രയും വീഡിയോയിൽ കണ്ടേക്കാൾ അത്യാവശ്യം നല്ല ലാർജ് ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ. അതിൻ്റെ ഒരു കേർഡ് ഡിസ്പ്ലേ ഇതൊക്കെ ആയിട്ട്. സോ ബാക്കിൽ എങ്ങനെ ഉണ്ടാ? ഒന്നും അറിയുന്നില്ല. വണ്ടി സ്റ്റാർട്ടാണോ ഒന്നും അറിയുന്നില്ലേ? എൻ്റെ പൊന്നെ. ground clearance. Yeah, the main issue of this car is This is not the exact car which will come to India. oh, So there will be some modification done for the ground clearance. yeah, suspension setup, ground clearance, everything. Oh, so the displays will be not the exact one. Everything same other than the suspension setup. Okay. Deliveries will start next year. So Yeah, this is just actually- a display car. Yeah, actually we booked the car in Kerala only, but they say like it will take around 1 year. So we're trying to get the car outside from Kerala, wherever it is.
This system doesn't support 360, right? Like it's only sensors, right? It will support. It is country specific. Not all features will be given to India. Yeah, that's why. In India, there's no 360, right? In India, no. Only iX will have the 360. Yeah. But this thing works, right? Like in real life, practical. Yeah, it works. സോ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സാധനം ഇവിടുത്തെ ഈ ഒരു ഇറക്കം കണ്ടോ, ഈ ഒരു ചെറിയ ഇവിടെ കയറുമ്പോൾ തന്നെ വണ്ടി അടിഭാഗം തട്ടി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇതിൻ്റെ ഇത് ഡിസ്പ്ലേ പീസ് ആണ്, മറ്റേ ഇത് നമുക്ക് ഡെലിവറി വെഹിക്കിൾ വരുമ്പോഴത്തേന് സസ്പെൻഷൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് വരിക എന്നാണ് പറഞ്ഞത്. ലൈക്ക് കുറച്ചും കൂടി സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ത്യൻ റോഡ് കണ്ടീഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് കാണിച്ചാൽ ഈ വണ്ടിയുടെ ടോട്ടൽ സംഭവങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ ബാക്ക് എന്നുള്ളത് എൻ്റെ പൊന്നെ 40. Yeah, like 3 colors available in India, right? No blue, right? Because in the launch event we saw white, grey and black. Yeah, black, white and grey. Because in launch event we saw a blue color, but I think there's No, blue will not come. Blue will not come in India. Only These 3 colors. Okay. This alloy is 18 inch. See, the car will come with 17-inch alloys. Yeah, And in if top somebody is interested in 18-inch, they can upgrade. Yeah. So the front M bumper, front bumper, rear bumper, M kit. Okay, it is a part of M kit accessory. Yeah. That has to be purchased സെപ്പറേറ്റ്ലി. ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഇങ്ങനെയാണ് മറ്റേ ഫ്രെയിംലെസ് ഡോറാണ് സാധനങ്ങൾ വരുന്നത്. അതായത് നമ്മുടെ മുകളിലത്തെ ഫ്രെയിമും കാര്യങ്ങളൊന്നും സാധനത്തിൽ വരില്ല. ബാക്കിലിരുന്ന് നോക്കാം. ബാക്ക് സീറ്റ് എൻ്റെ പിന്നെ ബാക്ക് സീറ്റും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും പാനറോമിക് അല്ല, ജസ്റ്റ് സാധാ സൺറൂഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാൾക്കറുണ്ട്, അതാണ് ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു വാൾക്കറുണ്ട് മാത്രമേ, ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓടിച്ചു വിടാൻ അധികം ടൈമില്ലാന്ന് പറഞ്ഞു. ഇതെന്തൊക്കെയോ എന്തോ പറയുന്നുണ്ട്. ബ്ലൂ മയോ, കാരണം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഈ സാധനം ബ്ലൂ ഒരു ഇതാണ്. ഇന്നൊരു ഇറക്കിയ പോലത്തെ ഈ സംഭവം നോക്ക്. വണ്ടി കയറി ഇരുന്നപ്പോൾ തന്നെ സാധനം ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സാധനമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടച്ചേ, ഇതെല്ലാം ഓട്ടോമാറ്റിക് സെൻസർ ആവുന്നുണ്ട് ഈ സാധനമൊക്കെ. ഇതിൽ കയറി ഇരുന്നപ്പോൾ തന്നെ എന്ത് സുഖമെന്ന് പറയാം. ഇവിടെ ബാക്ക് സീറ്റിനേക്കാളും എന്ത് സുഖം. കാരണം ഇത് BMW അടച്ചേ, അസി അടച്ചടാ, ഡോർ അടച്ചേ. And you can sit comfortably. എന്ത് സുഖം എന്ന് പറയും സാധനത്തിനുള്ളിൽ ഇരിക്കാനായിട്ട്. അത് Adjusting the backrest angle relieves the pressure on your muscles and spinal discs. എന്ത് സുഖം എടോ, ഫ്രണ്ട് ഇരിക്കാൻ എന്ത് സുഖം. At right angle, ആ സൗണ്ട് കുറച്ച്. and you can sit comfortably. ഇതൊക്കെ മറ്റേ തൈ സപ്പോർട്ടിന്റെ സാധനം, സെപ്പറേറ്റ് ചെയ്ത സാധനം കാര്യങ്ങളെല്ലാം. നമുക്കത് BMW ക്ലിയറാ ആ സൈഡില്ലേ. പിന്നെ മെമ്മറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെമ്മറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പൊക്കാൻ പറ്റൂടാ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ പൊന്നെ, ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റും പോലും വിചാരിച്ചില്ല. ഈവൻ വണ്ടി ഉണ്ടാവുന്ന പോലും ഉറപ്പുണ്ടായിരുന്നില്ല. എന്റെ പൊന്നെ, നമ്മള് ഫ്യൂച്ചറിൽ നമ്മൾ കയറി പിടിക്കാൻ പോകുന്ന വണ്ടി. സോ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെയാണ്. ഇത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേങ്ങ അറിഞ്ഞൂടാ. എനിക്കെന്താ പറഞ്ഞു. അത് ഹർമൻ കാർഡിന്റെ സിസ്റ്റം മൊത്തം 17 സ്പീക്കറോ 18 19 എന്തോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ. അവർ വല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, അവരവിടെ പോസ്റ്റ് ആയി നിൽക്കാണ്. കാരണം വേറെ വണ്ടിയിൽ ഡെലിവറി ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് പുറത്തൊക്കെ എടുത്താണ്. നമുക്ക് വേണ്ടി തന്നാണ്. എക്സൈറ്റ്മെന്റ് അടിച്ചിട്ട് തലങ്ങും വിലങ്ങും നടന്ന് ഫോട്ടോ എടുക്കുന്നു. എന്താ ലുക്ക്.
പക്ഷെ എനിക്ക് ഈ ഗ്രില്ല് മാത്രം കേട്ടോ എപ്പോഴും പറ്റാത്ത. ടയറിന്റെ വലിപ്പം നോക്ക്. ഈ ബ്ലാക്കിലൊന്നും ഇമാജിൻ ചെയ്തു. രസമുണ്ടാവും സാധനം. കുറച്ച് ഇതാണെങ്കിലും ചളി പിടിക്കല് രസം ഉണ്ടാവും സാധനം. കൊണ്ടുപോയിട്ടാലും ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് എടുക്കുന്നുള്ളൂ. ബ്ലാക്ക് ആണെങ്കിൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞാൽ, ബ്ലാക്ക് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് വൈറ്റിനേക്കാളും. വൈറ്റ് നല്ല ഡിമാൻഡ് അതാണ്. സോ നോക്കട്ടെ. വേറൊരു വണ്ടിയാണ് ചേരാം, നമ്മുടെ BMW iX ഇലക്ട്രിക് SUV വണ്ടി. ഇപ്പോൾ ഇവിടുന്ന് ഒന്നാണ്. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് മറ്റേ BMW ഇലക്ട്രിക് കാറാണ്. iX എന്ന് പറയുന്ന മോഡലാണ്. പറയാം ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെ എൻ്റെ പൊന്നെ വലിയ കുഴപ്പമില്ല. ഐ മീൻ കുറച്ച് കഷ്ടപ്പെടണം, എന്നാലും കഷ്ടപ്പാട് സഹിക്കാം എന്ന് പറയാം. അവിടെ BMW iX അവിടെ ഇരിക്കുന്നത്. BMW i4 ജസ്റ്റ് തൊട്ട് കാണാൻ പറ്റും. അത് നോക്ക്, ഈ സാധനം നോക്ക്. സാധനം കണ്ടത് അതെങ്ങനെ കറക്കിയാലും സാധനം കറങ്ങി സ്റ്റഡി ആയിട്ട് മാഗ്നറ്റാണ് സാധനം മുകളിൽ. വണ്ടി എങ്ങനെ തിരിഞ്ഞാലും ടയർ ഇറങ്ങിയാലും ആ സാധനം നേരെ. സോ നമ്മളങ്ങനെ അവിടുന്ന് BMW ഷോറൂമിൽ പുറത്തിറങ്ങി. അപ്പോൾ എന്തായാലും എന്താ പറയുക, അധിക നേരം അങ്ങനെ വല്ല നിൽക്കാറില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ജസ്റ്റ് പുറത്തിറക്കാന്ന് പറഞ്ഞാൽ കാണിച്ചില്ല. കാരണം ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈവൻ കാണാൻ പോലും പറ്റുന്ന ഒരു പേടി ഉണ്ടായിരുന്നു അവിടുന്ന് വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എന്തായാലും ഇപ്പോൾ പറ്റില്ല, കാരണം അത് ഡിസ്പ്ലേ പീസാണ്. അത് ടെസ്റ്റ് ഡ്രൈവ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും നോക്കണം. പിന്നെ ഈ ഒരു ജസ്റ്റ് ഇത് തന്നെയാണോ ഓക്കെ, നമ്മളിപ്പോൾ മാളോട് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയ സ്പെക്ക് പറയുകയാണെങ്കിൽ 83.9 kW ആണ് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. അതേപോലെ തന്നെ 335 bhp ആണ് അതിൻ്റെ ഹോഴ്സ് പവർ. സാധിക്കണം 335 bhp. ഈ വണ്ടി അൽക്കസാർ എത്രയാണെന്ന് അറിയാം, 113 bhp ആണ് ഈ ഒരു അൽക്കസാറിൻ്റെ പവർ. അവിടെ ആ സ്ഥാനത്താണ് അവിടുത്തെ 335 bhp, 430 Nm ടോർക്ക്. ലൈക്ക് 0 to 100 in 5.6 seconds. ഫ്രണ്ട് സൈഡ് ഇരിക്കാൻ ഒരു രക്ഷയില്ലടാ, അടിപൊളിയാണ്. എന്തായാലും ആകെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചില ഫേസ് ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു മെയിൻ സീന് വരും. അത് മാത്രമാണ് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ. പക്ഷെ അത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം വെച്ചിട്ട് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് വാങ്ങേണ്ടി വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് സിറ്റി വിട്ടിട്ട് നമ്മൾ കുറച്ച് മാറിയിട്ടൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്ത്, എന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് ഒരു 4:30 ആകുമ്പോൾ എണീറ്റ് റെഡിയായി നമ്മൾ പോവാന്ന് വെച്ച്, അതായത് തിരിച്ച് വീട്ടിലോട്ട്. കാരണം രാത്രി പോവെച്ചെങ്കിൽ ഈ ഒന്നാമത് ഓപ്പോസിറ്റ് വണ്ടികൾ മൊത്തം ഈ ഹൈവേയും ഇട്ടിട്ട് കണ്ണും കാണില്ല, റോഡും ഇല്ല. പിന്നെ മഴയും പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ പിന്നെ ഉറപ്പിച്ച് പോകണ്ടല്ലോ വെച്ചിട്ട് നമ്മളങ്ങനെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് പോകാം. നമ്മൾ നല്ല സുന്ദരമായി അടിപൊളി റോഡ്. എന്ത് വൈബെന്നറിയ റോഡ് കൂടെ പോകാൻ. ഏറ്റവും പ്രത്യേകത ഇതാക്കി വെച്ചാലോ, കേരളം വിട്ടതിന് ശേഷം അവിടെ നിന്നിട്ട് ബാംഗ്ലൂർ വരെ ഒരു സ്പീഡ് ക്യാമറ അങ്ങനത്തെ ഒരു തേങ്ങയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, അടിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. പക്ഷെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്പീഡ് ക്യാമറ ഒന്നും കണ്ടിട്ടില്ല. BM i4 എടുത്ത് ഉറപ്പായിട്ടും BM i4 എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാംഗ്ലൂർ സിറ്റി ബാംഗ്ലൂർ സത്യം ഞാൻ മടുത്തു ഗൈസ്. അതായത് ഇതിന്റെ പൊന്നെ ഏറ്റവും വെറുപ്പിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ ട്രാഫിക്കാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ 360 ഡിഗ്രി ക്യാമറ പോലെ നമ്മൾ 360 ഡിഗ്രി നമ്മൾ നോക്കണം. എവിടുന്ന ആൾക്കാർ അതേ ഇതിനൊക്കെ കുത്തി കയറിയാൽ പോകുന്നത് നമുക്ക് തന്നെ പേടി. നമ്മൾ ഇങ്ങനെ മൊത്തം തലയോട്ട് അങ്ങനെ നോക്കിയാ ഇതിലൊക്കെ പോകുന്നു. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ തട്ടുന്ന ആൾക്കാർ പിൻമില്ലൊക്കെ ലീഫ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയൊരു ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് പോകാന്ന് വെച്ചെങ്കിൽ നമ്മൾ നേരെ തൃശ്ശൂർ അക്വേറിയം പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ അക്വേറിയം വീട്ടിൽ സെറ്റ് ചെയ്യുന്നത്, അവിടേക്കുള്ള മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി വരുന്നുണ്ടാവുക. സോ ആ ഒരു വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു പുതിയ കാണാം ഗൈസ്. അതായിരിക്കും ടേക്ക് കെയർ, ബൈ ബൈ.